ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ബട്ടർ ചിക്കൻ. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ബട്ടർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി നമുക്കിവിടെ 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി വെറും ബോൺലെസ് പീസും എടുക്കാം, അല്ലാതെ എടുക്കാം. ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മസാലയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-20 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 3-4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലും ബട്ടറും കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ബട്ടറും കുറച്ച് ഓയിലും കൂടെ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂണും കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. മൊത്തം 3 ടീസ്പൂൺ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബട്ടർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. സവാളയോടൊപ്പം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 എണ്ണമാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 4 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അതുപോലെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മസാലയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല നൈസായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ പാൻ വെച്ച് കൊടുക്കാം.
ഇതിലേക്ക് ഈ അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ഒരുപാട് തിക്കായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരല്പം കസൂരി മേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണിലധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ്. അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക്